ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ഹരിഹരൻ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്റെ വീട്ടുമുറ്റത്ത് നിന്ന് ഒരു കാറ് പോകുന്ന ശബ്ദം കേട്ട് വേഗം ഫോൺ കട്ട് ചെയ്ത് ഉടനെ തന്നെ ഹരിഹരൻ പുറത്തേക്ക് ഓടിപ്പോകുന്നു. ഈ സമയത്ത് വാതിക്കലെത്തിയ കാറിലേക്ക് അർച്ചനയും നന്ദനും ഒപ്പം സന്ധ്യ ഡോക്ടറും കൂടി കയറി അവിടെ നിന്ന് വേഗം രക്ഷപ്പെട്ടു. ഹരിഹരൻ ഓടിയെത്തുമ്പോഴേക്കും അവർ കാറുമായി അവിടെ നിന്ന് കടന്നു കളഞ്ഞിരുന്നു. ഹരിഹരന് ആകെ സംശയം തോന്നിയതോടെ വേഗം തന്നെ ഹരിഹരൻ തന്റെ വീട്ടിലേക്ക് ഓടിക്കയറി. ഇനി നന്ദനെങ്ങാനും രക്ഷപ്പെട്ടതാണോ എന്നറിയുവാനായി അയാൾ നന്ദനെ പൂട്ടിയിട്ടിരുന്ന ആ റൂമിനരികിലേക്ക് ഓടിയെത്തുന്നു. അവിടെ വന്നതും വാതിൽ തുറന്നു കിടക്കുന്നതും അവിടെ എങ്ങും തന്നെ നന്ദനെ കാണാതായതോടെ ഹരിഹരൻ ആകെ ആശങ്കയിലായി. ആ വാതിൽ ആരോ മനഃപൂർവ്വം തുറന്നതാണ് എന്ന് ഹരിഹരൻ മനസ്സിലാക്കുന്നു. അവിടെ ആ വാതിലിനുള്ളിൽ താക്കോല് കിടക്കുന്നത് കണ്ടതോടെ അയാൾക്ക് കാര്യങ്ങൾ ബോധ്യമായി. ഉടനെ തന്നെ അവിടുന്ന് ഹരിഹരൻ വേഗം പുറത്തേക്ക് ഓടുന്നു. ഈ സമയത്ത് നെല്ലിശ്ശേരിയിലെത്തിയ ദയാനന്ദനോടും കമലെടുത്തിയോടും വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ആതിരയും സന്ദീപും നിൽക്കുമ്പോൾ സംസാരമെല്ലാം കേട്ട് സന്ദീപിന്റെ കൂടി സംസാരം കേട്ടതോടെ ദയാനന്ദ മാഷിനും കമലെടുത്തിക്കും ഒത്തിരി സന്തോഷമായി. അവർ പൊട്ടിച്ചിരിക്കുന്നു. അവസാനം ദയാനന്ദ മാഷ് പറഞ്ഞു, എത്രയോ നാളുകൾക്ക് ശേഷമാണ് ഇതുപോലെ ഒന്ന് ചിരിക്കുന്നത്, എന്തായാലും മനസ്സ് നിറഞ്ഞു. അപ്പോഴേക്കും സന്ദീപും ആതിരയും പറഞ്ഞു, എന്തായാലും അച്ഛൻ സന്തോഷത്തോടെ പുഞ്ചിരിച്ചത് കണ്ട് ഞങ്ങൾക്കും വലിയ ആശ്വാസമായി എന്ന് പറഞ്ഞപ്പോ ദയാനന്ദ മാഷ പറഞ്ഞു, അതെ, ഞങ്ങളുടെ മക്കൾ ഇവിടെ സന്തോഷത്തിലാണെന്ന് അറിഞ്ഞാൽ തന്നെ ഞങ്ങൾക്ക് സന്തോഷമായില്ലേ എന്ന് പറഞ്ഞു. ഉടനെ കമലെടുത്തി പറഞ്ഞു, എന്നാ മാഷെ നമുക്ക് ഇറങ്ങിയാൽ. കമലെടുത്തിയുടെ ആ ചോദ്യം കേട്ടതും ദയാനന്ദ മാഷ പറഞ്ഞു, എന്നാ ശരി, ഇന്ന് നമുക്ക് ഇറങ്ങിയേക്കാം, ഇനിയും വൈകിക്കണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ ആതിര അരികിലേക്ക് എത്തി. കമലെടുത്തി ചോദിച്ചു, അല്ലമ്മേ, അമ്മ ഇപ്പൊ തന്നെ പോകാനാണോ തയ്യാറെടുക്കുന്നത്? ഉടനെ ആ സന്ദീപും പറഞ്ഞു, അതെ, അച്ഛനും അമ്മയും ഇപ്പൊ പോകണ്ടെന്നേ, എന്തായാലും ഇത്ര ആയില്ലേ, ഇനി നമുക്ക് ഉച്ചയൂണോടെ കഴിഞ്ഞിട്ട് ഇറങ്ങാം എന്ന് പറഞ്ഞപ്പോ കമലെടുത്തി പറഞ്ഞു, ഇനിയും വൈകിയ അറിയാവല്ലോ, അനൂപ് മടങ്ങി വരുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് അങ്ങോട്ട് ചെല്ലണം എന്ന് കമലെടുത്തി കൂടി പറഞ്ഞു. ഉടനെ തന്നെ ഇന്ന് ഉച്ചയ്ക്ക് എല്ലാവരോടും ഒത്തൊരുമിച്ച് ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകാം എന്ന് സന്ദീപ് നിർബന്ധിക്കുമ്പോൾ ആതിരയും പറഞ്ഞു, അതേമ്മേ, എന്തായാലും വന്നാലേ ഇനി ഉച്ചയൂണോടെ കഴിഞ്ഞിട്ട് ഇറങ്ങാം എന്ന് ആതിരയും അറിയിച്ചു. അത് കേട്ടതും എന്നാ അങ്ങനെയാ കുട്ടികളുടെ നിർബന്ധമല്ലേ എന്ന് ദയാനന്ദ മാഷിനെ നോക്കി കമലെടുത്തി പറയുമ്പോ അവിടേക്ക് അവന്തിക്ക് എത്തി. അതിനെന്താ, ഇന്ന് ഉച്ചയൂണും കഴിഞ്ഞ് ഇന്ന് വേണമെങ്കിൽ ഇവിടെ തങ്ങാം, ഇനി ഇന്ന് മാത്രമല്ല ഇനി എത്ര ദിവസം വേണമെങ്കിലും ഇവിടെ താമസിക്കുകയും ചെയ്യാലോ, അതിനെന്താ പ്രശ്നം, ഇപ്പൊ എല്ലാവരും ഈ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ, അതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, അല്ലേ ദയാനന്ദ മാഷെ എന്ന് അവന്തിക പറഞ്ഞു. ഇനി ഒറ്റയൊരു കാര്യം മാത്രമേ ഉള്ളൂ, നമ്മളൊന്ന് കുറച്ചുകൂടി ഒന്ന് നിർബന്ധിക്കണം, അത്രയേ ഉള്ളൂ, നമ്മളെല്ലാവരും കൂടി ഒന്നുകൂടി ഒന്ന് നിർബന്ധിച്ചാൽ ഇവർ എത്ര ദിവസം വേണമെങ്കിലും ഇവിടെ കഴിയും, അതല്ലേ ദയാനന്ദ മാഷെ എന്ന് അവന്തിക മാഷിനെ കളിയാക്കുന്ന രീതിയിൽ ചോദിച്ചു. അത് കേട്ടത് ദയാനന്ദ മാഷ് കമലെടുത്തിയോട് പറഞ്ഞു, കമലെ, നമുക്ക് ഇറങ്ങാം, എന്തായാലും ഇത്രയും വലിയ സൗകര്യമൊന്നും ഇല്ലെങ്കിൽ പോലും ഒരു മഴ പെയ്താൽ ചോരാത്ത ഒരു വീട് ഞങ്ങൾക്കും ഉണ്ട്, അവിടെ കിടന്നുറങ്ങുന്നത് തന്നെയാണ് ഞങ്ങൾക്ക് സമാധാനവും എന്ന് ദയാനന്ദ മാഷ് അറിയിച്ചു. അത് കേട്ട ഉടനെ അവന്തിക മനഃപൂർവ്വം ദയാനന്ദ മാഷിനെ അപമാനിക്കാനുള്ള ശ്രമമാണ് നടത്തിയെന്ന് സന്ദീപിനും ആതിരയ്ക്കും മനസ്സിലായി. ഉടനെ അവന്തിക പറഞ്ഞു, അല്ല മാഷെ, ഞാൻ മാഷിനോട് ദേഷ്യപ്പെട്ടൊന്നും പറഞ്ഞ കാര്യമല്ല, വളരെ സൗമ്യമായി തന്നെയല്ലേ ഞാൻ പറഞ്ഞത്, അതേപ്പോ ഇത്രത്തോളം സെന്റിമെന്റ്സോടെ പറയേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ മാഷെ എന്ന് അവന്തിക പറയുമ്പോ അത് കേട്ട് അവിടേക്ക് എത്തിയ മീരെടുത്തി പറഞ്ഞു, അതെ, അവന്തിക മുള്ളും മുനയും വെച്ച് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവും, അവന്തിക പറഞ്ഞത് എന്തുദ്ദേശിച്ചാണെന്ന് ആ സംസാരം കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എന്ന് അവന്തികയോട് മീരെടുത്തി അറിയിച്ചു. അവന്തികയുടെ സംസാരം എന്തുദ്ദേശിച്ചാണെന്നും എന്ത് കാരണത്താലാണ് അവന്തിക അങ്ങനെ പറഞ്ഞതെന്നും ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് അവന്തികയോട് മീരെടുത്തി അറിയിച്ചു. അത് കേട്ട ഉടനെ തന്നെ മീരെടുത്തിയോട് അവന്തിക പറഞ്ഞു, അതെ, ഞാൻ വെറുതെ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ, അതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, ഞാൻ വെറുതെ എല്ലാവരോടും സന്തോഷത്തോടെ ഇവിടെ ഇരിക്കാമെന്നോർത്ത് പറഞ്ഞതാണെന്ന് അവന്തിക അറിയിച്ചു. അതിലും ഇങ്ങനെ ഇത്രത്തോളം പ്രശ്നമായിട്ട് ആരും കരുതേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞപ്പോ കമലെടുത്തി പറഞ്ഞു, അതെ, ഓരോരുത്തരുടെ സംസാരം കേൾക്കുമ്പോൾ അറിയാം അവർക്ക് എത്രത്തോളം താല്പര്യമുണ്ടെന്നും അവര് ആഗ്രഹിച്ചു തന്നെയാണോ ഈ പറയുന്നത് എന്നും അപ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിയും എന്ന് അവന്തികയോട് കമലെടുത്തി അറിയിച്ചു. ഇതെല്ലാം കേട്ട് കഴിഞ്ഞതും അവന്തിക പറഞ്ഞു, അതെ, എനിക്ക് പ്രത്യേകിച്ച് യാതൊരു വിരോധം ഉണ്ടായിട്ടൊന്നും അല്ല ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്, ഞാൻ പറഞ്ഞത് എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയാണ് എന്നൊക്കെ അവന്തിക അറിയിച്ചതും ഉടനെ തന്നെ സന്ദീപ് പറഞ്ഞു, എടുത്തി എന്താ ഈ പറയുന്നത്? അപ്പോഴേക്കും ദയാനന്ദ മാഷ് പറഞ്ഞു,
കമലെ വാ നമുക്ക് ഇറങ്ങാം. അപ്പോഴേക്കും സന്ദീപ് വിളിച്ചു അച്ഛാ എന്ന് വിളിച്ചതും സന്ദീപിന്റെ വിളി കേട്ട് ദയാന്തമാഷ പറഞ്ഞു, അതെ കുറച്ചു മുമ്പ് ഞങ്ങൾ ഇതുപോലെ തന്നെ ഇവിടെ നിന്ന് പോകാനായിട്ട് തയ്യാറായതാണ്. അപ്പോ സച്ചിയാണ് വന്ന് ഞങ്ങളെ തടഞ്ഞു നിർത്തിയത്. സച്ചിയുടെ വാക്കുകൾ കേട്ട് ഞങ്ങള് ഇവിടെ നിന്നതാണ് എന്ന് സന്ദീപിനോട് ദയാനന്ദമാഷ് അറിയിച്ചു. അത് വേണ്ടിയിരുന്നില്ല എന്ന് ഇപ്പോൾ മനസ്സിലായി എന്ന് ദയാനന്ദമാഷ് വിഷമത്തോടെ പറയുമ്പോൾ സന്ദീപ് ചോദിച്ചു, എന്താ ഏട്ടത്തി ഇങ്ങനെ? അപ്പോഴേക്കും അവന്തിക അവിടേക്ക് എത്തിയിട്ട് പറഞ്ഞു, അതെ ഇവർ തന്നെ പറഞ്ഞില്ലേ സച്ചി കുറച്ചു മുമ്പ് പറഞ്ഞു എന്ന്. സച്ചി ഇവരോട് ഞാൻ കാര്യം പറഞ്ഞതാണ്. ഇവിടെ അധിക നേരം നിന്ന എന്താ ഉണ്ടാവുന്നതിനെ കുറിച്ച് ഞാൻ അവരോട് പറഞ്ഞു. അപ്പൊ സച്ചി ഇവിടെ വന്നിട്ട് അവനോട് അവകാശപ്പെട്ട വീടായതെന്നും ഇവിടെ എന്റെ ആഗ്രഹം അങ്ങനെ പറയണ്ട എന്നുമുള്ള രീതിയിൽ സച്ചി സംസാരിച്ചു. അതിവരും കേട്ടതാണല്ലോ എന്ന് പറഞ്ഞപ്പോ കമലടുത്തി പറഞ്ഞു, അതെ അവന്തികയുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഞങ്ങൾ എപ്പോ ഇവിടെ വന്നാലും അപ്പോഴൊക്കെ അവന്തികയ്ക്ക് ഞങ്ങൾ ഇവിടെ വരുന്നത് ഇഷ്ടമല്ലാത്ത രീതിയിലാണല്ലോ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചു. ഉടനെ തന്നെ അവന്തിക പറഞ്ഞു, അതിപ്പോ എനിക്കിഷ്ടമല്ലാത്ത രീതിയിൽ നല്ല നീ വീട്ടിലുള്ളവർക്ക് പ്രശ്നം ഉണ്ടാകണ്ട എന്ന് കരുതിയാണ്. സന്ദീപ് നീ തന്നെ ആലോചിച്ച് നോക്കിക്കേ, ഇവരെപ്പോഴൊക്കെ ഈ വീട്ടിൽ വന്നാലും അന്നെല്ലാം ഈ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കാതെ ഇവർ പോയിട്ടില്ല. അത് ഇവരുടെ ഒരു ശീലമായി മാറിയിരിക്കുന്നു. അത് തന്നെ ഇപ്പൊ തുടരുന്നു എന്ന് മാത്രം. അത് മാത്രമല്ല സന്ദീപേ, നിന്നെയും എന്നെയും അതായത് നമ്മളെ പരസ്പരം തമ്മിൽ തെറ്റിക്കാനും കൂടിയാണ് ഇവർ ശ്രമിക്കുന്നത്. അത്രേ ഉള്ളൂ എന്ന് അവന്തിക പറഞ്ഞത് കേട്ട് കമലടുത്തി അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു, അവന്തിക എന്തൊക്കെയാ പറയുന്നത്? നിങ്ങളെ പരസ്പരം തെറ്റിക്കാനായി ഞങ്ങൾ ശ്രമിക്കുന്നോ? അങ്ങനെ ഒരു ശ്രമമൊന്നും ഞങ്ങൾ ഒരിക്കലും ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ല. പിന്നെ സന്ദീപേ ഒരു കാര്യം പറയാം, നിങ്ങൾക്ക് എപ്പം ഞങ്ങളെ കാണാൻ തോന്നുന്നുണ്ടോ അപ്പൊക്കെ നിങ്ങൾക്ക് വൃന്ദാവനത്തിലേക്ക് വരാം. അവിടെ ഇതുപോലെ ആരും അപമാനിച്ചോ കുത്തുവാക്കുകൾ പറഞ്ഞോ വേദനിപ്പിച്ച് പറഞ്ഞയക്കില്ല. ആരുടെയും മനസ്സിനെ വേദനിപ്പിക്കുന്ന രീതിയിൽ അവിടെ ആരും പെരുമാറുകയുമില്ല. വാ മാഷെ നമുക്ക് ഇറങ്ങാം എന്ന് പറഞ്ഞുകൊണ്ട് ദയാനന്ദ മാഷിനെ കമലടുത്തി വിളിക്കുന്നു. ദയാനന്ദ മാഷും കമലടുത്തിയും ആകെ വിഷമത്തോടെ അവിടെ നിന്ന് ഇറങ്ങുമ്പോ ആ കാഴ്ച കണ്ട് അവധിക സന്തോഷിച്ച് നിൽക്കുമ്പോ സന്ദീപും മാധുരിയും ഒപ്പം മീരെടുത്തിയും അവര് പോകാതിരിക്കാനായി അവരുടെ പിന്നാലെ നിർബന്ധപൂർവ്വം പോകരുതെന്ന് പറഞ്ഞുകൊണ്ട് പിന്നാലെ ഓടിച്ചെന്നു. ഈ സമയത്ത് അവർ വാതുക്കലേക്ക് ഇറങ്ങുമ്പോഴാണ് സേതുമാധവനും സ്നേഹയും കൂടി മടങ്ങിയെത്തിയത്. സ്നേഹയും സേതുമാധവനും കൂടി വാതുക്കലേക്ക് എത്തിയതും ദയാനന്ദമാഷും കമലടുത്തിയും പോകാനായി ഇറങ്ങി നിൽക്കുന്നത് കണ്ട് സേതുമാധവൻ ചോദിച്ചു, ആ മാഷും കമല എപ്പോഴാ എത്തിയത് എന്ന് ചോദിച്ചു. ഞങ്ങളെ കുറച്ചു നേരമായി എന്ന് പറയാൻ തുടങ്ങിയപ്പോഴേക്കും അവന്തിക അവർക്കിടയിൽ കയറി, ഇവരെ കുറച്ചു നേരം ആഴ്ച ഇവിടെ വന്നിട്ട് ഞാൻ ഇവര് വന്നപ്പോഴേ കാര്യം പറഞ്ഞതാണ് എന്ന് പറഞ്ഞ് അവന്തിക സംസാരിച്ചു തുടങ്ങുമ്പോൾ സച്ചിയും വാതുക്കലേക്ക് എത്തി. അപ്പോഴേക്കും അവന്തിക പറഞ്ഞു, ഞാൻ ഇവരോട് പറഞ്ഞതാണ് അച്ഛന് ഇവർ ഇവിടെ വരുന്നൊന്നും ഇഷ്ടമാവില്ല എന്ന്. പക്ഷേ ഇവർക്ക് അത് മനസ്സിലാകണ്ടേ അച്ഛാ എന്ന് പറഞ്ഞതും ഉടനെ സച്ചി ആകെ ടെൻഷനോട് നിന്നു. സച്ചി അപ്പോ എന്നെ വിലക്കി ഇത് അവന്റെ കൂടി വീടാണെന്നും അവൻ വിളിച്ചിട്ടാണ് ഇവർ വന്നത് എന്നൊക്കെ പറഞ്ഞ് അവൻ എന്നോട് എന്റെ നേരെ കയർത്തു. എന്തായാലും അച്ഛൻ വരുമ്പോ അച്ഛന് ഇവരിവിടെ നിൽക്കുന്നതും ഇവിടെ വന്ന് ഇവരുടെ മക്കളോടൊപ്പം ചെലവഴിക്കുന്നതും അച്ഛന് ഇഷ്ടമാവുന്നില്ല എന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് എന്ന് അവന്തിക അറിയിച്ചു. അപ്പോഴേക്കും സച്ചി പറഞ്ഞു, അച്ഛാ ഞാൻ വിളിച്ചിട്ടാ അച്ഛനും അമ്മ ഇവിടേക്ക് വന്നത്. ആതിരയെ കാണാനും അതിരോട് സംസാരിക്കാനും ഒക്കെ ഇവർക്ക് ആഗ്രഹം കാണില്ലേ, അതുകൊണ്ട് ഞാനാണ് ഇവരെ വിളിച്ചു വരുത്തിയത് എന്ന് സച്ചി അറിയിച്ചു. ഉടനെ തന്നെ അനഘ പറഞ്ഞു, അല്ല ഈ വീട്ടിൽ ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടും വീണ്ടും ഇവരെന്തിനാ ഇവിടേക്ക് വന്നത് എന്ന് ചോദിച്ചതും കമല പറഞ്ഞു, അതെ ഞങ്ങളിവിടെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ഒന്നും വന്നതല്ല. ഞങ്ങളിവിടെ ഞങ്ങളുടെ മക്കളെ കാണാനായി വന്നതാണ്. അത് സേതുവേട്ടന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമെന്നോ ഇവിടെയുള്ളവർക്ക് അത് വേദനയാക്കുമെന്നോ ഒന്നും ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നില്ല എന്ന് പറഞ്ഞതും അനഘ പറഞ്ഞു, അതെ നിങ്ങൾ ഇവിടേക്ക് വരുന്നത് ഇവിടെയുള്ള ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല. ഇവിടെ ആതിരയ്ക്ക് ഒരു കുഴപ്പവുമില്ല. പിന്നെ നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഇനി അഥവാ നിങ്ങൾക്ക് ആതിരയുടെ വിശേഷങ്ങൾ അറിയണം നിർബന്ധമുണ്ടെങ്കിൽ നിങ്ങൾ ആതിര വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പൊയ്ക്കോ, അതല്ലേ നല്ലത് എന്ന് പറഞ്ഞപ്പോ കമലടുത്തി പറഞ്ഞു, ഞങ്ങൾക്ക് ഞങ്ങളുടെ മോളെ വൃന്ദാവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. അത് സേതുവേട്ടൻ അനുവദിക്കുകയാണെങ്കിൽ ഞങ്ങൾ സന്തോഷത്തോടെ മോളെ കൊണ്ടുപോവുകയും ചെയ്യും എന്ന് കമലടുത്തി അറിയിച്ചു. ഉടനെ ദയാനന്ദ മാഷ് പറഞ്ഞു, അതെ വേണ്ട, നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നമുക്കുള്ള സ്വാതന്ത്ര്യം അത് മറ്റുള്ളവർക്കും ഉണ്ടെന്നുള്ള കാര്യം മറക്കരുത്. ഈ കുടുംബത്തിലെ അംഗങ്ങളാണ് നമ്മുടെ മക്കൾ ഇപ്പോ എന്ന് ദയാനന്ദ മാഷ് കമലടുത്തിയോട് പറയുമ്പോൾ അവന്തിക പറഞ്ഞു, അച്ഛനെയും നമ്മളെ എല്ലാവരെയും വേദനിപ്പിക്കുകയും നമ്മുടെ എല്ലാവരെയും മനസ്സിന് വേദന ഉണ്ടാക്കുകയും ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് അതൊരിക്കലും നമുക്ക് ആർക്കും മറക്കാനും കഴിയില്ല. അതുകൊണ്ട് അച്ഛൻ ഇവിടേക്ക് വരുന്നതിന് മുമ്പ് ഇവരോട് പോകാൻ ഞാൻ അറിയിച്ചതാണ്. വീട്ടിലേക്ക് വന്നു കയറിയപ്പോ ഇവരെ എങ്ങനെയാണ് നിർബന്ധപൂർവ്വം ഇറങ്ങിപ്പോകാൻ ഞാൻ പറയുന്നത്? അങ്ങനെ അപമാനിച്ച് പറഞ്ഞയക്കുന്നത് ശരിയല്ല എന്ന് തോന്നി. അതുകൊണ്ടാണ് തൽക്കാലം ഞാൻ മൗനം പാലിച്ചതെന്ന് പറഞ്ഞപ്പോ ഉടനെ സേതുമാധവൻ പറഞ്ഞു, അവന്തികെ നിങ്ങൾ എന്താ ഈ പറഞ്ഞു വരുന്നത്?
അതെ, അവന്തികയും എന്നെയും അനഘയും ഒക്കെ പോലെ ഈ വീട്ടിൽ ഈ കുടുംബത്തിൽ അവകാശവും അധികാരവും ഒക്കെ ഉള്ള ആളുകൾ തന്നെയാണ് ഇവരും. ഇവര് ഈ വീട്ടിൽ ആരാണെന്നുള്ള കാര്യം നിങ്ങൾ മറന്നു. ഈ വീട്ടിലെ മരുമക്കളായ അർച്ചനയുടെയും ആതിരയുടെയും അച്ഛനമ്മമാരാണ് ഇവർ. ഈ കുടുംബത്തിൽ ഇവർക്കും അവകാശമുണ്ട്. ഈ കുടുംബത്തിൽ വരാനും പോകാനുമുള്ള അധികാരവും അവകാശവും ഇവർക്കുണ്ട്. അതിനെ തടയാനും ചോദ്യം ചെയ്യാനും ഇവിടെ ആരും ശ്രമിക്കുകയും വേണ്ട എന്ന് സേതുമാധവൻ അറിയിച്ചതോടെ മീരയ്ക്ക് സേതുമാധവന്റെ ആ മറുപടി വളരെയേറെ ഇഷ്ടപ്പെട്ടു. മീര എത്തിയപ്പോഴേക്കും കൈയടിക്കാനും തുടങ്ങി. ഈ സമയത്ത് അവന്തികയും അനഘയും വലിയൊരു തിരിച്ചടി കിട്ടിയതിന്റെ ആ നാണക്കേടിൽ അങ്ങനെ തല കുനിച്ചങ്ങനെ നിൽക്കുമ്പോ സേതുമാധവൻ പറഞ്ഞു, പിന്നെ ആരുടെയെങ്കിലൊക്കെ പ്രവൃത്തി കൊണ്ട് നമ്മുടെ മനസ്സിന് വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ മാത്രം പ്രശ്നമാണ്. അതിന് മറ്റുള്ളവരെ കുറ്റക്കാരാക്കരുത് എന്ന് സേതുമാധവൻ അറിയിച്ചു. ഉടനെ ദയാനന്ദ മാഷും കമലെടുത്തിയ പരസ്പരം നോക്കി നിൽക്കുമ്പോൾ സേതുമാധവൻ പറഞ്ഞു, ഇവർക്ക് എപ്പോ വേണമെങ്കിലും ഇവിടെ വരാം, ഇവരുടെ മക്കളെ കാണാം, ഇവരുടെ മക്കളോടൊപ്പം സമയം ചെലവഴിക്കാം. അതുപോലെ തന്നെ ഇവരുടെ മക്കൾക്കും ഇവരുടെ വീട്ടിലേക്ക് പോകുന്നതിൽ യാതൊരു വിലക്കും ഇവിടെയില്ല. അതുകൊണ്ട് ഇവരിവിടെ വരുന്നതിനെ ചോദ്യം ചെയ്യാനോ അവരെ വിലക്കാനോ ഇവിടെ ആരും ശ്രമിക്കേണ്ട എന്ന് സേതുമാധവൻ താക്കീതെന്നോണം അനഘയോടും അവന്തികയോടും അറിയിക്കുന്നു. അതിനുശേഷം സേതുമാധവൻ പറഞ്ഞു, അതെ, ഇപ്പോ മാഷ് കമലയും ഇവിടെ വന്നതല്ലേ, നിങ്ങൾക്ക് ഇവിടെ കയറിയിരുന്ന് എത്ര നേരം വേണമെങ്കിലും ചെലവഴിക്കുകയോ ഇവിടെ താമസിക്കുകയോ ചെയ്യാം, അതിലൊന്നും യാതൊരു പ്രശ്നവും ഇവിടെ ആർക്കുമില്ല എന്ന് പറഞ്ഞതും ഉടനെ അവന്തിക പറഞ്ഞു, ആഹാ, അച്ഛൻ സമ്മതിച്ചെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് എന്താ പ്രശ്നം? അച്ഛന് വേണ്ടിയാണ് ഞാൻ ഇത്രയൊക്കെ പറഞ്ഞത്, അച്ഛന്റെ പക്ഷത്ത് നിന്നുകൊണ്ട്. ഇനി അച്ഛനെല്ലാം ക്ഷമിക്കാനും പൊറുക്കാനും തയ്യാറായെങ്കിൽ ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. അച്ഛന്റെ കണക്കിലേക്ക് ഞങ്ങളുടെ വിഷമം കൂടി ഞങ്ങൾ അങ്ങ് ചേർത്തോളാം എന്ന് അവന്തിക അറിയിച്ചു. സച്ചി, വേഗം നീ മാഷിനെയും കമലടത്തെയും അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോകൂ എന്ന് പറഞ്ഞ് സച്ചിയെ നോക്കി അവന്തിക അറിയിച്ചു. ശശി ഒന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കുന്നത് കണ്ട് അവന്തിക പറഞ്ഞു, അതെ, ഞാൻ അച്ഛന്റെ അനുവാദം കിട്ടിയത് കൊണ്ട് തന്നെ എല്ലാവരോടും പറയുന്നത്. മാഷും കമലടത്തിയും അകത്തേക്ക് കയറി വാ എന്ന് പറഞ്ഞ് അവന്തിക അവരോട് അകത്തേക്ക് കയറാനായി നിർബന്ധിക്കുന്നു. പിന്നെ എനിക്കും അനഘയ്ക്കും ഉണ്ടായ വിഷമം അത് എത്രത്തോളമാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. ഞങ്ങളുടെ സങ്കടം ഞങ്ങളുടെ മനസ്സിലുണ്ട്, അത് അത്ര വേഗമൊന്നും മാഞ്ഞു പോകുന്നതുമല്ല എന്ന് അവന്തിക എല്ലാവരും കേൾക്കെ അറിയിച്ചു. ഉടനെ ശശി ദയാനന്ദമാഷ് അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു, അച്ഛാ, ഇവിടുത്തെ പ്രശ്നമെല്ലാം ഇതോടെ കഴിഞ്ഞു, എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചു, ഇനി അച്ഛനും അമ്മയും അകത്തേക്ക് കയറുക എന്ന് പറഞ്ഞ് ദയാനന്ദമാഷിനെയും കമലെടുത്തിയും ശശി അകത്തേക്ക് ക്ഷണിക്കുന്നു. അങ്ങനെ എല്ലാവരും കൂടി അകത്തേക്ക് കയറുന്നു. ശശിയും എല്ലാവരും സേതുമാധവനും ഒക്കെ അകത്തേക്ക് പോയി കഴിയുമ്പോൾ അവിടെ അവന്തികയും അനഘയും മാത്രം തനിച്ച് ആ സിറ്റൗട്ടിൽ നിന്നു. അവരുടെ പരിശ്രമം പാഴായതിന്റെ നിരാശയിൽ ആ ചേച്ചിയും അരിച്ചെത്തി അങ്ങനെ നിൽക്കുമ്പോൾ അകത്തേക്ക് കയറിപ്പോയ കമലെടുത്തിയും ദയാനന്ദമാഷും സേതുമാധവനോട് സംസാരിച്ചു. എന്തായാലും സേതുവിന്റെ ഇത്തരത്തിലൊരു തീരുമാനം സേതു എടുത്തതിൽ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. വലിയൊരു മനസ്സുള്ള ആൾക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ പെരുമാറാനും ചിന്തിക്കാനും കഴിയുകയുള്ളൂ. അതുകൊണ്ട് സേതുവിനെ പോലെയുള്ള ഒരു നല്ല വ്യക്തിയാണ്, അല്ലെങ്കിൽ സേതു ഒരു നല്ല വ്യക്തി ആയതുകൊണ്ട് തന്നെയാണ് ഞങ്ങളോട് ഇങ്ങനെ പെരുമാറാൻ കഴിഞ്ഞത്. ഒരു വലിയ മനസ്സിനുടമയായതുകൊണ്ട് തന്നെ സേതുവിനെ കുറിച്ച് പറയാതിരിക്കാനും കഴിയില്ല എന്ന് ദയാനന്ദമാഷ് പറയുമ്പോൾ ഉടനെ സേതുമാധവൻ പറഞ്ഞു, എന്നെ അങ്ങനെ വലിയ പുകഴ്ത്തുകയൊന്നും ചെയ്യേണ്ട കാര്യമില്ല മാഷേ, കാരണം അത്ര വലിയ മനസ്സൊന്നും എനിക്കില്ല എന്നതാണ് സത്യം. പിന്നെ എന്നോട് ഇപ്പോ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്, ഇത്രത്തോളമൊക്കെ നിങ്ങൾ എന്നെ കുറിച്ച് പറഞ്ഞത് കേട്ടപ്പോ ഞാൻ ഒരു കാര്യം പറയാം. കാരണം ഈ വീട്ടിൽ നടന്ന സംഭവങ്ങൾക്കൊക്കെ ഞാൻ എല്ലാത്തിനും ക്ഷമയും മാപ്പും നൽകിയെന്ന് പറഞ്ഞു. പക്ഷെ ഒരാളോട് മാത്രം എനിക്കിപ്പോഴും ക്ഷമിക്കാൻ കഴിഞ്ഞിട്ടില്ല, അതാണ് സത്യം. അതുകൊണ്ട് തന്നെ വലിയ മനസ്സുണ്ടെന്ന് പറയാൻ ഒരിക്കലും എനിക്കതിന് യോഗ്യതയില്ല എന്ന് വേണം പറയാൻ. കാരണം ഈ വീട്ടിൽ ഇത്രത്തോളം പ്രശ്നം ഉണ്ടാവുകയും എത്രയോ പേർക്ക് വേദന ഉണ്ടാവുകയും എത്രയോ പേർക്ക് സങ്കടപ്പെടേണ്ടി വരികയും ഒക്കെ ചെയ്തത് ഇവിടെ ആതിരയോട് ഞാൻ ക്ഷമിക്കുകയും ഈ വീട്ടിലെ മരുമകളായി എൻ്റെ മരുമകളായി ഞാൻ ചേർത്ത് നിർത്തുകയും എൻ്റെ മകളുടെ സ്ഥാനം നൽകി ഞാൻ സ്നേഹിക്കുകയും ഒക്കെ ആതിരയെ ചെയ്യുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഈ കുടുംബത്തിന് ഇത്രത്തോളം പ്രശ്നമുണ്ടാക്കിയ അർച്ചനയോട് ഇപ്പോഴും എനിക്ക് ക്ഷമിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് വേണം പറയാൻ. അത് ഞാൻ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് സേതുമാധവൻ അറിയിച്ചു. അത് സത്യത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ആളുടെ അരികിൽ നിന്ന് നമ്മളെ തകർക്കുന്ന രീതിയിൽ, നമ്മുടെ കുടുംബത്തിന് വേദനയുണ്ടാകുന്ന രീതിയിൽ, അപമാനം ഉണ്ടാകുന്ന രീതിയിലുള്ള പ്രവൃത്തി ഉണ്ടാകുമ്പോൾ ചിലപ്പോ നമുക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞെന്ന് വരില്ല. അപ്പോ മനസ്സിലുണ്ടായിരുന്ന സ്നേഹത്തെ
സ്നേഹം എത്രത്തോളമാണോ അത്രത്തോളം തന്നെ വെറുപ്പും ഉണ്ടാകും. അതാണ് ഇവിടെയും സംഭവിച്ചത് എന്ന് സേതുമാധവൻ അറിയിച്ചു. അത് കേട്ടതോടെ ദയാനന്ദ മാഷും കമലേർത്തിയും പറഞ്ഞു, സേതു ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് എന്തായാലും ഇനിയും ചില കാര്യങ്ങൾ ഞങ്ങളും പറയേണ്ടതുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും സേതുമാധവൻ പറഞ്ഞു, ഇവിടെ നടന്ന സംഭവങ്ങളൊക്കെ അന്ന് അതിന് നിങ്ങൾ കൂടി ഉത്തരവാദിയാണെന്ന് എല്ലാ കാര്യങ്ങളും അറിഞ്ഞു വെച്ചിട്ട് നിങ്ങളും കൂടി എന്നിൽ നിന്നൊക്കെ മറച്ചു വെച്ചല്ലോ എന്ന് ഓർത്തപ്പോ എനിക്ക് വല്ലാത്ത വേദന തോന്നി, വല്ലാത്ത സങ്കടം തോന്നി. അതുകൊണ്ടാണ് അന്ന് എനിക്ക് അങ്ങനെയൊക്കെ പെരുമാറേണ്ടി വന്നത്. സത്യത്തിൽ എന്റെ ഭാഗത്താണ് ന്യായമെന്ന് ഞാനൊന്ന് വിശ്വസിച്ചു. ഇപ്പോഴും ഞാൻ അങ്ങനെ വിശ്വസിക്കുകയും ചെയ്യുന്നു എന്ന് സേതുമാധവൻ അറിയിച്ചപ്പോ ദയാനന്ദ മാഷ് പറഞ്ഞു, അതെ, അന്ന് ആതിരയും സന്ദീപും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് അറിഞ്ഞപ്പോ ഞങ്ങൾ വീട്ടിൽ എതിർത്തു. എത്രത്തോളം ഞങ്ങൾക്ക് എതിർക്കാവും കഴിയുമോ അത്രത്തോളം ഞങ്ങൾ മോളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനും അവളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനും ശ്രമിച്ചു. പക്ഷേ അതിന്റെ ഫലമായി പിന്നീട് സംഭവിച്ചത് അവൾ അന്ന് ആത്മഹത്യക്ക് ശ്രമിക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷം അന്നു മുതൽ പിന്നെ ആ കുടുംബത്ത് സമാധാനം എന്തെന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. പിന്നെ ആ വീട്ടിൽ ആരും തന്നെ സമാധാനത്തോടെ അന്തി ഉറങ്ങിയിട്ടില്ല എന്ന് വേണം പറയാൻ. അതിനുശേഷം പിന്നീട് ഇതൊക്കെ എല്ലാവരും മറന്നു എന്നാണ് ഞങ്ങൾ കരുതിയത്. അപ്പോഴാണ് ആതിരയ്ക്ക് വേണ്ടി മറ്റൊരു വിവാഹം ആലോചിക്കുകയും അത് ഉറപ്പിക്കുകയും ചെയ്തത്. പിന്നീട് എങ്ങനെയോ ആ വിവാഹവും മുടങ്ങി. അതിനുശേഷം പിന്നെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിയുന്നത് സേതു അറിഞ്ഞപ്പോൾ തന്നെയാണ് ഞങ്ങളും വിവരങ്ങൾ അറിഞ്ഞത്. അത്രയാണ് അന്ന് സംഭവിച്ചത് എന്നറിയിച്ചതും സേതുമാധവൻ ആതിര അന്ന് അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തു എന്ന് കേട്ടതോടെ സേതുമാധവനും ഞെട്ടുന്നു. പിന്നീട് ദയാനന്ദ മാഷ് പറഞ്ഞു, കഴിഞ്ഞുപോയ കാര്യങ്ങളൊക്കെ ഇനിയും പറഞ്ഞിട്ടോ അങ്ങനെ പറയുന്നത് കൊണ്ടോ ഒന്നും യാതൊരു പ്രയോജനമില്ലെന്നറിയാം. എങ്കിലും സേതു എല്ലാം അറിയണമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇക്കാര്യം കൂടി അറിയിച്ചത് എന്ന് സേതുമാധവനോട് ദയാനന്ദ മാഷ് പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞതിന് ശേഷം കമലെടുത്തി പറഞ്ഞു, സേതുവേട്ട, സത്യത്തിൽ അന്ന് ഈ വിവരം അറിഞ്ഞപ്പോ സേതുവേട്ടൻ ഇവരുടെ ആ സ്നേഹബന്ധം അറിഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കും, സേതുവേട്ടൻ ഏത് രീതിയിലാണ് അതിനോട് പ്രതികരിക്കുക എന്നോർത്ത്, അത് സേതുവേട്ടൻ അംഗീകരിക്കുമോ എന്നോർത്ത് എല്ലാം ഞങ്ങൾക്ക് ആശങ്കയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അക്കാര്യം സേതുവേട്ടനോട് പറയാതിരുന്നത്. സേതുവേട്ടന് ഇഷ്ടമാകുമോ എന്ന ആശങ്കയായിരുന്നു ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നത്. അക്കാരണത്താലാണ് ഞങ്ങൾ അക്കാര്യം പറയാതെ മറച്ചു വെച്ചത് എന്ന് കമലെടുത്തി അറിയിച്ചു. പിന്നെ അച്ചുവിന്റെ കാര്യം അത് സേതുവേട്ടന് തന്നെ തീരുമാനിക്കാം. കാരണം ഞങ്ങളുടെ 2 മക്കളും ഈ വീട്ടിലാണ് എന്നുള്ള സമാധാനത്തിലാണ് ഞങ്ങൾ കഴിയുന്നത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കളുടെ മേൽ എത്രത്തോളം അധികാരവും അവകാശവും ഉണ്ടോ അതേ അധികാരവും അവകാശവും സേതുവേട്ടനുമുണ്ട് അവർക്ക് മേൽ. അതുകൊണ്ട് സേതുവേട്ടനെ ശിക്ഷിക്കാനും രക്ഷിക്കാനുമുള്ള കടമയും സേതുവേട്ടനുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ. ഒറ്റ കാര്യങ്ങൾ, ഈ സംഭവിച്ചതിനൊക്കെ ഒരു തല്ലുകൊണ്ട് അവസാനിക്കുന്ന, ആ തല്ലിന്റെ വേദന കൊണ്ട് എല്ലാം അവസാനിക്കേണ്ട ആ കാര്യം, അത് ഈ അവഗണന കൊണ്ടും ഈ കുറ്റപ്പെടുത്തൽ കൊണ്ടും അകറ്റി നിർത്തൽ കൊണ്ടും പിന്നീട് അതിനേക്കാൾ വലിയൊരു തീരാവേദനയാക്കി മാറ്റരുത് എന്ന് മാത്രമേ എനിക്ക് സേതുവേട്ടനോട് പറയാനുള്ളൂ എന്ന് കമലെടുത്തി അറിയിക്കുമ്പോൾ സങ്കടത്തോടെയുള്ള കമലെടുത്തിയുടെ ആ വാക്കുകൾ കേട്ട് ആ നിമിഷം സേതുവിന്റെയും മനസ്സ് അലിയുന്നു. അർച്ചനയോടുള്ള സേതുമാധവന്റെ സമീപനത്തെക്കുറിച്ചും അത് ഒരു തല്ലുകൊണ്ട് ആ ഒരു പ്രശ്നം അവസാനിപ്പിക്കാൻ കഴിയുമായിരുന്നു എന്നുള്ള സത്യാവസ്ഥ സേതുമാധവനെ പറഞ്ഞ് കമലെടുത്തി ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഇരിക്കുമ്പോൾ അവിടേക്ക് അനൂപ് വന്നെത്തുന്നു. നെല്ലിശ്ശേരിയിലേക്ക് എത്തിയ അനൂപ് വേഗം അകത്തേക്ക് കയറി വരുമ്പോൾ അവിടെ ദയാനന്ദ മാഷിനെയും കമലെടുത്തിയും കണ്ടതോടെ അതിശയത്തോടെ സേതുമാധവൻ മുന്നിൽ അവരെ കൂടി കണ്ടതോടെ അനൂപ് ഞെട്ടലോടെ നോക്കി. ഉടനെ തന്നെ സേതുവിനെ കണ്ടതും സേതുമാധവനും വേഗം പറഞ്ഞു, അനൂപ് ഇവിടെ ഇരിക്കേ എന്ന് അറിയിച്ചതും ഉടനെ അനൂപ് പറഞ്ഞു, അല്ല, ഞാൻ വന്നത് സച്ചിയെ കാണുവാനാണ്. അത് കേട്ടതോടെ എല്ലാവരും ഇനി എന്തെങ്കിലും പ്രശ്നത്തിനാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കുഴപ്പം ഉണ്ടാക്കാനാണോ അനൂപ് അവിടേക്ക് എത്തിയത് എന്ന ആശങ്കയോടെ സന്ദീപും ആതിരയും ഒപ്പം ദയാനന്ദ മാഷും കമലെടുത്തിയും നോക്കി. സച്ചിയെ കാണാനാണ് അനൂപ് വന്നതെന്ന് കേട്ടതോടെ സച്ചിക്കും ആകെ ടെൻഷനായി. എന്ത് പ്രശ്നമാണ് അല്ലെങ്കിൽ എന്ത് കാരണത്താലാണ് ഇനി അനൂപേട്ടൻ തന്നെ കാണാൻ വന്നത് എന്ന ആശങ്കയോടെ സച്ചി അനൂപിനെ നോക്കുന്നു.